ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഉണ്ടാകണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചത് വെള്ളിയാഴ്ചൻ്റെ സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചക്ക് മാറ്റി. ആ സാർ, ഞാൻ അവരെ വിഷമിപ്പിക്കല്ലേ സാർ, അവരെ മനസ്സൊന്ന് പാകപ്പെടുത്തി അവരൊന്ന് ചിരിപ്പിക്കാൻ സാർ, അത് സംഘർഷം ഉണ്ടായിട്ട് ചെയ്താൽ സാർ. ജി സുധാകരൻ സാറ് പറഞ്ഞു, എന്നെ പറ്റി നന്നായി പറഞ്ഞു, പാപ്പാനെ പറ്റി നന്നായി പറഞ്ഞു. അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് നല്ല ആൾക്കാരെന്ന് അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതേ പറയാൻ കഴിയുള്ളൂ സാർ. ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് ഒരു മറുപടി പറയണേ. ഒരു എനിക്കേറ്റവും അധികമുള്ള തെളിവ് സാർ, കാരണം ഒക്കെ നമ്മളെ സുഹൃത്തുക്കളല്ലേ സാർ. പൊതുമരാമത്ത് വകുപ്പ് എല്ലാവർക്കും സാർ വികസനം വേണം, എല്ലാവർക്കും റോഡ് വേണം, എല്ലാവർക്കും പാലം വേണം, എല്ലാവർക്കും മേൽപ്പാലം വേണം, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെന്റ് വേണം, ബൈപ്പാസ് വേണം. അതൊക്കെ നമുക്ക് നടത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളോട് പറയും. ഇപ്പം എല്ലാവരും വന്ന് പുതിയ അംഗങ്ങളുണ്ട്, പഴയ അംഗങ്ങളുണ്ട്, എല്ലാവരും പറയുന്നു. ഇപ്പം പാലം, ഉദാഹരണത്തിന് ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ജനപ്രതിനിധികൾ അത് സൗജന്യമായി ആയി തന്നാൽ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിന് പാലങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ല, അങ്ങനെ തന്നെ പറ്റുള്ളൂ. അക്വിസേഷന് പോയാൽ ഒരു പാലത്തിൻ്റെ ഒരു അക്വിസേഷന് പോയാൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. എവിടെയാണ് ആ പാലം നടക്കുന്നത്? കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും അതിന് മുമ്പുള്ള ഗവൺമെന്റ് കാലത്തും കുറെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 24 പാലം പണി കഴിഞ്ഞിട്ട് 8 കൊല്ലമായി, അപ്രോച്ച് റോഡ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് മാറ്റം വരണ്ടേ? മാറ്റത്തിനാണല്ലോ ജനങ്ങൾ ഇരുത്തിയത്. പിന്നെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ, പഞ്ചായത്ത് മെമ്പർമാര്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര്, നമ്മളൊക്കെ വിചാരിച്ചാൽ നാട്ടുകാർ സൗജന്യമായിട്ട് സ്ഥലം തരും. മെനക്കെട്ടാ കിട്ടും. ഞാൻ 15 കൊല്ലമായിട്ട് എന്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാ